ഇതാ പള്ളിമണികൾ മുഴങ്ങി, ഇതാ ദേവാലയം ഒരുങ്ങി, അധ്വാനിക്കുന്നവരും ഭാരത്താൽ വലയുന്നവരും അൾത്താരമുന്നിലണയാ കാൽവരിയാഗത്തിനോർമ്മയുമാ. ഇതാ പള്ളിമണികൾ മുഴങ്ങി, ഇതാ ദേവാലയം ഒരുങ്ങി, അധ്വാനിക്കുന്നവരും ഭാരത്താൽ വലയുന്നവരും അൾത്താരമുന്നിലണയാ നിരനിരയായി നിൽക്കാം, പ്രാർത്ഥനയേറ്റേറ്റു ചൊല്ലാം, കുർബാന ഗീതങ്ങൾ പാടാം, ഒരേ സ്വരത്തിലൊന്നായി ഹൃദയങ്ങളിൽ തഴുകിടുവിൻ, വരുവിൻ വിശുദ്ധ ജനമാകാം, ഹൃദയങ്ങളിൽ തഴുകിടുവാൻ വരുവിൻ വിശുദ്ധ ജനമാകാം. ഇതാ പള്ളിമണികൾ മുഴങ്ങി, ഇതാ ദേവാലയം ഒരുങ്ങി, അധ്വാനിക്കുന്നവരും ഭാരത്താൽ വലയുന്നവരും അൾത്താരമുന്നിലണയാ കാൽവരിയാഗത്തിനോർമ്മയുമായി. എല്ലാവർക്കും സുപ്രഭാതം. ഈശോയുടെ സന്നിധിയിൽ നമ്മൾ നേരിട്ട് സന്നിഹിതരാണ്. ഇവിടെ എല്ലാത്തവരും ഭവനങ്ങളിലും പ്രാർത്ഥനാ മുറിയിൽ ദേവാലയത്തിൻ്റെ അൾത്താരയുടെ സാന്നിധ്യം ഓർത്ത് അവരും സന്നിഹിതരാണ്. ആത്മന ബലി അർപ്പിക്കാനായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇപ്രകാരം ഈ 4 ദിവസം നൽകി നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന തമ്പുരാൻ നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടേതായ എല്ലാ നിയോഗങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ച് രക്ഷകനെ ഉദരത്തിൽ വഹിച്ച ജന്മം കൊടുത്ത പരിശുദ്ധ അമ്മയെ പോലെ ഈ വിശുദ്ധ കുർബാനയിൽ അർപ്പിച്ചുകൊണ്ട് ഈശോയെ നമ്മുടെ ഹൃദയത്തിൽ വഹിക്കുവാനും ലോകത്തിന് നൽകുവാനും നമ്മുടെ ഹൃദയങ്ങളെയും നമ്മെയും ഒരുക്കി ഈ ബലി നമുക്ക് വിശുദ്ധിയോടെ അർപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കാം. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് ഇനി നിറവേറട്ടെ എന്ന അമ്മയുടെ ആ സമ്മതം മൂളിൽ നമ്മുടെയും ജീവിതത്തിലെ ഏത് നിമിഷത്തിലും അനുവർത്തിക്കുവാൻ ആഗ്രഹിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം എങ്ങുമുള്ള എല്ലാ രോഗികളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവക കുടുംബത്തെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം. ഒപ്പം ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരാരും തന്നെ നമ്മുടെ ഇടവക കുടുംബത്തിൽ നിന്നും കാണുന്നില്ല. ജന്മദിനം ആഘോഷിക്കുന്ന 3 വ്യക്തികൾ നമ്മുടെ ഇടവക കുടുംബത്തിൽ നിന്നുമുണ്ട്. AB കറുകപ്പള്ളി കൊപ്പറമ്പിൽ, ജോയൽ കല്ലറയ്ക്കൽ, സഞ്ജന ചുങ്കത്ത്. ഇവരെ നമുക്ക് ഓർക്കാം. ഇവരുടെ ജീവിതത്തിൽ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്കെല്ലാം അവരോടൊപ്പം നമുക്കും തമ്പുരാൻ നന്ദി പറഞ്ഞുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ആവശ്യമായ ദൈവാനുഗ്രഹത്തിനായിട്ടൊക്കെ പ്രത്യേകം പ്രാർത്ഥിച്ച് നമ്മുടെയും നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഈ ബലി വിശുദ്ധിയോടെ അർപ്പിക്കുവാൻ നമ്മുടെ പാവങ്ങൾ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കാം. എൻ്റെ ദൈവമേ, ഏറ്റവും നല്ലവനും എല്ലാവരെയും സ്നേഹിക്കുവാൻ യോഗ്യനുമായ അംഗീകൃതരായ പാപം ചെയ്തു പോകുന്നതിന് പൂർണ്ണഹൃദയത്തോടെ ഞാൻ മനസ്സിലാക്കുകയും പാപങ്ങളെ ചെയ്യുന്നു. അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു. എന്റെ പാപങ്ങളാൽ എന്നെ അൽമാക്കിയതിനാൽ നഷ്ടപ്പെടുകയും നരകത്തിന് അർഹയായിത്തീർത്തതിനാലും ഞാൻ ഖേദിക്കുന്നു. അങ്ങയുടെ
പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമൊഴിയാകും തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ പുത്രനായ മിശിഹ തന്റെ മനുഷ്യാവതാരം വഴി രക്ഷാകര വാഗ്ദാനം പൂർത്തിയാക്കിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. മിശിഹായിലൂടെ അങ്ങുമായി ഞങ്ങളെ രമ്യതപ്പെടുത്തി ദൈവപുത്ര സ്ഥാനത്തിന് അർഹരാക്കിയ അങ്ങയുടെ അർദ്ധമായ കാരുണ്യത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ പരിശുദ്ധ കൃപാന യോഗ്യതാപൂർവ്വം അർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതുവഴി രക്ഷയുടെ ഫലങ്ങൾ ഞങ്ങളിൽ സ്ഥിരീകരിക്കുന്നതിനും ഇടയാക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ദൈവമെൻ്റെ രക്ഷകൻ, ദൈവമെൻ്റെ നായകൻ, ദൈവമെൻ്റെ ആശ്രയം, ദൈവമെൻ്റെ സർവവും. സൈന്യമെന്നെ വളഞ്ഞാലും വൈരികൾ പിന്തുടർന്നാലും ഭീതിയില്ലെനിക്കുതെല്ലാം ദൈവമാണൻ പാലകൻ. നിയതമങ്ങേ വസതിയിൽ കഴിയുവാൻ
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ ലഭിക്കുകയും സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നും പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു പിടിച്ചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുവാൻ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിന് ഒത്തവിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ദൈവവചനം ശ്രവിക്കുവിൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. 43-ാം അധ്യായം 25 മുതൽ 44-ാം അധ്യായം 5 വരെയുള്ള വാക്യങ്ങൾ. ഗുരു ആശീർവദിക്കണം. മിശിഹാ സഹോദരി അനുഗ്രഹിക്കട്ടെ. എന്നെ പ്രതി നിന്റെ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ. നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല. നീ എന്നെ ഓർമ്മിപ്പിക്കുക. നമുക്ക് ന്യായം പരിശോധിക്കാം. നിന്നെ നീതീകരിക്കുന്ന നിന്റെ ന്യായങ്ങൾ ഉന്നയിക്കുക. നിന്റെ ആദിപിതാവ് പാപം ചെയ്തു. നിന്റെ വാക്താക്കൾ എനിക്കെതിരെ പ്രവർത്തിച്ചു. നിന്റെ പ്രഭുക്കന്മാർ എൻ്റെ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കി. അതുകൊണ്ട് യാക്കോബിനെ പരിപൂർണ നാശത്തിനും ഇസ്രായേലിനെ നിന്നയ്ക്കും ഞാൻ വിട്ടുകൊടുത്തു. കർത്താവ് മാത്രം ദൈവം. എൻ്റെ ദാസനായ യാക്കോബെ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലെ കേൾക്കുക. നിന്നെ സൃഷ്ടിക്കുകയും ഗർഭപാത്രത്തിൽ നിനക്ക് രൂപം നൽകുകയും നിന്നെ സഹായിക്കുകയും ചെയ്ത കർത്താവ് അരുളി ചെയ്യുന്നു. എൻ്റെ ദാസനായ യാക്കോബെ, ഞാൻ തിരഞ്ഞെടുത്ത ജഷുറേ, നീ ഭയപ്പെടേണ്ട. വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും ഞാൻ വർഷിക്കും. ജലത്തിൽ സസ്യങ്ങളും നദീതീരത്ത് അലരികളും പോലെ അവർ തഴച്ചു വളരും. ഞാൻ കർത്താവിൻ്റെതാണെന്ന് ഒരുവൻ പറയും, മറ്റൊരുവൻ യാക്കോബിൻ്റെ നാമം സ്വീകരിക്കും. മൂന്നാമതൊരുവൻ സ്വന്തം കയ്യിൽ കർത്താവിനുള്ളവൻ എന്ന് മുദ്രണം ചെയ്യുകയും ഇസ്രായേൽ എന്ന പിതൃനാമം സ്വീകരിക്കുകയും ചെയ്യും. ദൈവമായ കർത്താവിന് സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങൾ ശ്രവിക്കുവാനും ഗ്രഹിക്കുവാനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കുകയും വചനങ്ങൾ പാലിച്ച് വർഷധാമയെ പോലെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ.
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊളോസോസർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. മിശിഹ സഹോദരിയെ അനുഗ്രഹിക്കട്ടെ. ഉപദേശങ്ങൾ. കൃതജ്ഞതാഭരിതരായി ഉണർന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കുവിൻ. ദൈവം വചനത്തിൻ്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരുവാനും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ രഹസ്യം പ്രഖ്യാപിക്കാനുമായി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ഇതിനായിട്ടാണല്ലോ ഞാൻ ബന്ധനസ്ഥനായിരിക്കുന്നത്. പ്രസംഗിക്കാൻ എനിക്കുള്ള ഉത്തരവാദിത്തമനുസരിച്ച് ആ രഹസ്യം ഞാൻ സ്പഷ്ടമാക്കുവാൻ ഇടയാക്കുന്നതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. പുറമേയുള്ളവരോട് നിങ്ങൾ വിവേകപൂർവ്വം വർത്തിക്കുവേൻ. സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ സംസാരം എപ്പോഴും കരുണാമിശ്രിതവും ഹൃദ്യവുമായിരിക്കട്ടെ. ഓരോരുത്തരോടും എങ്ങനെ മറുപടി പറയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ആദിയിലെ വചനം, ജ്ഞാനം നൽകിയ വചനം, വഴിയും സത്യവും ജീവനുമായ തിരുവചനം. മാംസമായ വചനം, രക്ഷയേകും വചനം, പാപച്ചങ്ങല പൊട്ടിച്ചെറിയും തിരുവചനം. ആത്മാവിൽ സന്തോഷം പകരും തിരുവചനം, ജീവന്റെ വിത്തു വിതയ്ക്കും ദൈവത്തിൻ വചനം. ആത്മാവിൽ സന്തോഷം പകരും തിരുവചനം, ജീവന്റെ വിത്ത് വിതയ്ക്കും ദൈവത്തിൻ വചനം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ജീവൻ നൽകും വചനമേ. ഹല്ലേലൂയ, 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 സ്നേഹം ചൊരിയും വചനമേ. ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ആഗമനകാലത്തിൻ്റെ അല്ലെങ്കിൽ മംഗളവാർത്ത കാലത്തിൻ്റെ 2ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ രക്ഷകനെ സ്വീകരിക്കുവാനായിട്ട് ലോക ജനതയെ ഒരുക്കുവാൻ ഉദയം ചെയ്ത സ്നാപക യോഹന്നാൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട ആ അറിയിപ്പ് നമ്മൾ ശ്രവിച്ചു, ധ്യാനിച്ചു. ഇന്നിതാ ആ രക്ഷകനെ ജന്മം കൊടുക്കുവാനായിട്ടുള്ള അറിയിപ്പും പരിശുദ്ധ അമ്മയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നതുമായിട്ടുള്ള ഔസപിതാവിന് രക്ഷപ്പെടുന്നതുമായിട്ടുള്ള ആ വചനഭാഗമാണ് നമ്മൾ ശ്രവിക്കുക. പരിശുദ്ധ അമ്മ ആദ്യമൊക്കെ സംശയിച്ചു. കാരണം ഒന്നും തന്നെ മുൻകൂട്ടി മനസ്സിലാക്കുവാനോ അറിയുവാനോ സാധിക്കാത്ത സാഹചര്യം. നമുക്കറിയാം, നമ്മളൊരു വിവാഹ കാര്യത്തിനായിട്ട് ഇറങ്ങി പുറപ്പെടുമ്പോൾ വധുവും വരനും പരസ്പരം വീട്ടുകാരെക്കുറിച്ചും അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെ പരസ്പരം ആലോചനകളും കാര്യങ്ങളൊക്കെ നടത്തുക സാധാരണ രീതിയാണ്. പക്ഷേ രക്ഷകന്റെ ജനനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെയും ഔസപിതാവിൻ്റെയും ജീവിതത്തിൽ ഇതൊന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ്. ആകെ ഒരു അറിയിപ്പ് കിട്ടിയത് മാലാഖ വന്ന് പറഞ്ഞ ഒരു മുന്നറിയിപ്പ് മാത്രമാണ് കിട്ടിയത്. പക്ഷേ എന്തുമാകട്ടെ, ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, ദൈവത്തിൻ്റെ പദ്ധതിയാണ്, തമ്പുരാൻ്റെ തീരുമാനമാണ് എന്ന് തിരിച്ചറിയുന്ന ആ നിമിഷത്തിൽ പരിശുദ്ധ അമ്മയും തുടർന്ന് നമുക്കറിയാം ഔസപിതാവിൻ്റെയും ജീവിതത്തിൽ ഇതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. ഇവർ രണ്ടും ആ ദൈവത്തിൻ്റെ തീരുമാനത്തിൻ്റെ മുമ്പിൽ മറ്റൊന്നും ചിന്തിക്കുന്നില്ല, തർക്കിക്കുന്നില്ല. ആദ്യമൊക്കെ സംശയം തോന്നിയെങ്കിലും മാനുഷികമായിട്ട്.
പക്ഷേ ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ് എന്ന് മനസ്സിലാക്കിയ പരിശുദ്ധ അമ്മ, കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഇഷ്ടം എന്നെ നിറവേറട്ടെ എന്ന് പറഞ്ഞ് പൂർണ്ണമായും തമ്പുരാൻ്റെ മുമ്പിൽ അടിയറ വയ്ക്കുന്ന ആ പരിശുദ്ധ അമ്മയെയാണ് ഇന്ന് നമ്മൾ ധ്യാനത്തിൽ വിഷയമാക്കുന്നതും നമ്മുടെ ജീവിതത്തിലേക്ക് ആ അമ്മയുടെ ജീവിത സന്ദേശമാണ് സ്വീകരിക്കുവാനുള്ളത്. കാരണം നമ്മളും ഒരുങ്ങുകയാണ് രക്ഷകനെ സ്വീകരിക്കുവാനായിട്ട്. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവാൽ ഈശോ ഗർഭവത്തനായി എങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഓരോ ദിവസവും ഈശോ ഗർഭം ധരിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയായി ദിവ്യകാരുണ്യമായിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ ഈശോ കടന്നു വരുന്നുണ്ട്, അല്ലെങ്കിൽ രൂപം കൊണ്ടുവരുന്നുണ്ട്. ആ ഈശോയെ വഹിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും നമ്മൾ ബലിയർപ്പണത്തെ തുടർന്ന് നമ്മുടെ ജീവിത കർത്തവ്യ മേഖലകളിലേക്ക്, പ്രവർത്തന മേഖലകളിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കുക. പരിശുദ്ധ അമ്മയും എലിസബത്തിൻ്റെ അടുത്തേക്ക് ഓടിയെത്തി. പക്ഷേ പരിശുദ്ധ അമ്മ വഹിച്ചുകൊണ്ട് പോയത് ഈശോയെയാണ്. ആ ഈശോയുടെ സാന്നിധ്യം പരിശുദ്ധ അമ്മയിലൂടെ എലിസബത്തിന് അത് അനുഭവപ്പെട്ടപ്പോൾ ആ ശിശു കുതിച്ചു ചാടി എന്ന് വചനം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ ഈശോയെ വഹിച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ സമീപിക്കുമ്പോൾ ഈ ഒരു അനുഭവം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ ഈ അവസരത്തിൽ ആത്മപരിശോധന ചെയ്യേണ്ടത്. അപ്രകാരമായിത്തീരുമ്പോഴാണ് ഈശോ നമ്മിൽ വസിക്കുകയും നമ്മൾ ഈശോയുടെ ഒപ്പമായിരിക്കുകയും ചെയ്യുക. അതാണ് ഈ സുവിശേഷ വചനത്തിലൂടെ ഇന്ന് നമുക്ക് ലഭിക്കുന്ന സന്ദേശം. അതാണ്. അതുകൊണ്ട് ക്രിസ്തുമസിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്ന നമുക്ക് ഒരുപക്ഷെ നമ്മൾ ഇപ്പോഴേ തന്നെ ഒരുങ്ങി കാണുന്ന നക്ഷത്രങ്ങൾ തൂങ്ങി തുടങ്ങി, ഒരുപക്ഷെ പുൽക്കൂടൊക്കെ അല്ലെങ്കിൽ ക്രിസ്മസിനോട് അനുബന്ധിച്ചുള്ള ആ ഓർമ്മകൾ പുതുക്കുന്ന ക്രിസ്മസ് ട്രീയും അതില്ലെങ്കിൽ പുൽക്കൂടുമൊക്കെ ഒരുക്കി നമ്മൾ ഒരുക്കം ആരംഭിച്ചിട്ടുണ്ടാവും ഒരുപക്ഷെ. പക്ഷേ നമ്മൾ ബാഹ്യമായിട്ടുണ്ടാക്കുന്ന ആ ഒരു പുൽക്കൂട്ടിലല്ല ഈശോ ജനിക്കേണ്ടത്. നമ്മുടെ ഹൃദയങ്ങളിൽ ഈശോ ജനിക്കണം എന്നുള്ളതാണ് ഈ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എൻ്റെ ഹൃദയത്തിൽ ഈശോ വസിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ജനിക്കുന്നുണ്ടോ, ജനിക്കുവാനായിട്ട് ഞാൻ അതിന് ഒരുങ്ങുന്നുണ്ടോ, അല്ലെങ്കിൽ ഇടം കൊടുക്കുന്നുണ്ടോ എൻ്റെ ഹൃദയത്തിൽ. എൻ്റെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഭവനത്തിൽ ഈശോ ഉണ്ടാവും. അപ്പോൾ നമുക്കും ഈ ക്രിസ്മസിന് വേണ്ടിയിട്ട് ആത്മീയമായിട്ട് ഒരുങ്ങാം. പുൽക്കൂട്ടിൽ ഈശോ ജനിക്കുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ഹൃദയങ്ങളിൽ ഓരോ ദിവസവും ഈശോ വസിക്കുന്നുണ്ട്, ജനിക്കുന്നുണ്ട്. ആ ഈശോയെ സ്വീകരിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങൾ ഒരുങ്ങിക്കൊണ്ട് ഈ തിരുവചനം നമുക്ക് ശ്രമിക്കാം. അധ്യായം 1, 26 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ ഒരു പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവരുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവരുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരെ വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നെ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്നും മറഞ്ഞു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ നിന്ന് കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. ആദത്തിന്റെ പാപം മൂലം അധപ്പതിച്ച മനുഷ്യർക്ക് രക്ഷകനായി വാഗ്ദാനം ചെയ്യപ്പെട്ട മിശിഹായെ ഞങ്ങൾക്ക് പാപമോചനവും രക്ഷയും നൽകുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായെ എഴുന്നള്ളി വരണമേ. പൂർവ്വപിതാക്കന്മാർ പ്രത്യാശയോടെ പാർത്തിരുന്ന മിശിഹായെ
കൃപാവരങ്ങൾ നൽകി തിരുസഭയെ ധന്യമാക്കുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായി എഴുന്നള്ളി വരണമേ. ജനപദങ്ങളുടെ കർത്താവും സമാധാനത്തിന്റെ രാജാവുമായ മിശിഹായെ, സമസ്ത ലോകത്തിനും വിശിഷ്യ ഞങ്ങളുടെ മാതൃരാജ്യത്തിനും നിന്റെ ശാന്തിയും സമാധാനവും നൽകുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായി എഴുന്നള്ളി വരണമേ. ലോകത്തിന്റെ പ്രകാശവും മനുഷ്യവർഗത്തിന്റെ ഗുരുനാഥനുമായ മിശിഹായെ, സകല ജനങ്ങളെയും പ്രത്യേകിച്ച് ഭാരതത്തിലെ ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും സുവിശേഷ ദീപ്തിയാൽ പ്രകാശിക്കുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായി എഴുന്നള്ളി വരണമേ. മനുഷ്യാവതാരം വഴി മനുഷ്യവംശത്തെ മഹത്വമണിയിച്ച മിശിഹായെ, ഞങ്ങളുടെ കുടുംബങ്ങളെ ദിവ്യ സ്നേഹ ചൈതന്യത്താൽ ധന്യമാക്കുവാൻ എഴുന്നള്ളി വരണമേ. കർത്താവായ മിശിഹായി എഴുന്നള്ളി വരണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നിശബ്ദമായി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടേതായ നിയോഗങ്ങളും നമ്മുടെ പ്രാർത്ഥന സഹായം ആവശ്യമായിരിക്കുന്നവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, തികഞ്ഞ പ്രത്യാശയോടുകൂടി അങ്ങയുടെ തിരുക്കുമാരൻ്റെ പിറവി തിരുനാളിന് ഒരുങ്ങുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയ്ക്ക് പ്രിയങ്കരമായവ ചെയ്യുവാനും ത്യാഗപൂർണമായ ജീവിതത്തിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ മിശിഹായ്ക്ക് വഴിയൊരുക്കുവാനും സഹായിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകിക്കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ ആരാധ്യമായ തൃത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി തന്റെ തന്നെ ബലിയർപ്പിക്കുകയും തന്റെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉദ്ധാനത്തിന്റെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുകയും ചെയ്ത മിശിഹ തന്റെ കൃപയാലും അനുഗ്രഹത്താലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ സ്വീകരിക്കുമാറാകട്ടെ. ആമേൻ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, മിശിഹായുടെ മഹത്വമേറിയ രണ്ടാമത്തെ ആഗമനം മനസ്സിദ്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ഈ ബലി അർപ്പിക്കപ്പെടണം എന്ന കൽപ്പന അനുസരിച്ച് വിശുദ്ധ ബലിപീഠത്തെ ബലി സജ്ജീകരിക്കപ്പെടുന്നു. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. താതനും അതുപോലാത്മജനും ദിവ്യറൂഹായിക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ ആദിയിലെ പോലെ നന്മയ്ക്കും ആമേനാമേ. സുതനുടെ പ്രേക്ഷിതരെ, ഏകജ സ്നേഹിതരെ, ശാന്തി ലഭിച്ചിടുവാൻ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ. സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദ്യജാതനും യുഗങ്ങളെല്ലാം പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ ഏകസമയമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്നും ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീബയിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈകീയവും സാർവത്രികമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദിസയും ശരീരത്തിന്റെ ഉയർപ്പും
നിത്യയായുസ്സ് ഞങ്ങളെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ആമേൻ. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരരെ, നമ്മൾ ഒരുമിച്ചർപ്പിക്കുന്ന ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കുവാൻ ഞങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേൻ. സകലത്തിന്റെ നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാനയെ അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ മേൽ പരീക്ഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യ രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ എന്നങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. പരസ്പര സമാധാനം. മിശിഹ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതം റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവപിതാവാം അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവർ തൻ ദൈവമേ, നിത്യം ആരാധ്യൻ. രാജാവേ, നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലി അർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ, ന്യായവുമാണത് യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും ദുഷ്ടതയിലും അസൂയയിലും അസൂയയിലും വഞ്ചനയിലും വഞ്ചനയിലും അലസതയിലും അലസതയിലും വിദ്വേഷത്തിലും വിദ്വേഷത്തിലും ആത്മീയ ആത്മീയ ബന്ധനങ്ങളിലും നിന്ന് ബന്ധനങ്ങളിൽ നിന്ന് വിമുക്തമാക്കണമേ. വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ അങ്ങയുടെ കരുണയാൽ തമ്മിൽ തമ്മിലും തമ്മിലും മറ്റെല്ലാവരോടും മറ്റെല്ലാവരോടും സ്നേഹവും സ്നേഹവും ഐക്യവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. ഞങ്ങളിൽ ഉളവാക്കണമേ. വിശുദ്ധവും വിശുദ്ധവും സജീവവുമായ സജീവവുമായ ഈ വിശുദ്ധ കുർബാന ഈ വിശുദ്ധ കുർബാന വിശുദ്ധിയോടും വിശുദ്ധിയോടും വിശ്വാസത്തോടും കൂടെ വിശ്വാസത്തോടും കൂടെ അങ്ങേക്ക് അർപ്പിക്കുവാൻ അങ്ങേക്ക് അർപ്പിക്കുവാൻ ഞങ്ങളെ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ചെയ്യണമേ. ആമേൻ. ആമേൻ. പരിശുദ്ധരും അരൂപികളുമായ കൃപന്മാരോടും ശരപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. കർത്താവായ ദൈവമേ, ദേവദൂതഗാനം ഉയർന്നിടും നിതാ, രാജരാജനീശനെ വാഴ്ത്തിടും നിതാ. ദേവദൂതഗാനം ഉയർന്നിടുന്നിതാ, രാജരാജനീശനെ വാഴ്ത്തിടുന്നിതാ. ഓശാന
പരിശുദ്ധനായവൻ ഹോശാന 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 പരിശുദ്ധനായവൻ ഹോശാന പരിശുദ്ധനായവൻ ഹോശാന. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരം ആകുന്നു. നിങ്ങളെല്ലാവരും ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, അപ്രകാരം തന്നെ കാശയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി സകലർക്കും വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തം ആകുന്നു. നിങ്ങളെല്ലാവരും ഇത് വാങ്ങി പാനം ചെയ്യുവിൻ. ആമേൻ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അവശ്യരും ക്ലേശതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ലോകമെങ്ങുമുള്ള എല്ലാ കോവിഡ് രോഗികളെയും മറ്റുള്ള രോഗികളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരെ ശുശ്രൂഷിക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും സമർപ്പിക്കാം. ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയിട്ടുള്ള എല്ലാ മരിച്ചുപോയവർക്ക് വേണ്ടിയും കോവിഡ് രോഗം മൂലവും മറ്റെല്ലാ രോഗം മൂലവും മരണമടഞ്ഞുപോയ ലോകമെങ്ങുമുള്ള എല്ലാ സഹോദരങ്ങളുടെയും ആത്മശക്തിക്കായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെയും ഇടവ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയിട്ടുള്ളവരെയും നമുക്ക് ഓർക്കാം. അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടി പ്രത്യേകമായി ഞങ്ങളുടെ ഇടവ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്ക് വേണ്ടിയും ആർക്കൊക്കെ വേണ്ടിയും ആരെല്ലാം ഞങ്ങളുടെ പ്രാർത്ഥനകൾ പ്രതീക്ഷിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നവർക്ക് എല്ലാവർക്കും, ഇന്നേ ദിവസം ജന്മദിനം ആഘോഷിക്കുന്നവർക്കും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവർക്കും അയോഗ്യനായ എനിക്കും വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കരങ്ങൾക്ക് ഒപ്പി ശിരസ് കുനിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായി നിറവിനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായ ഈശോ ആ ആത്മാവിനെ കൊണ്ട് ആത്മാവിൻ്റെ വരദാനങ്ങളാലും ഫലങ്ങളാലും കൃപകളാലും നമ്മുടെയും ജീവിതങ്ങൾ, ഹൃദയങ്ങൾ, ഭവനങ്ങൾ നിറയുവാനും വിശുദ്ധീകരിക്കപ്പെടുവാനും അവിടെ ഈശോയുടെ സാന്നിധ്യം ചൈതന്യം നിറയുവാനും അങ്ങനെ സ്വർഗീയ ജീവിതത്തെ ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ ഈ ലോക ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഈ ലോകത്തിൻ്റെ ആകർഷണങ്ങൾ, പാപത്തിൻ്റെ തിന്മയുടെ ദാസാഹചര്യങ്ങളിൽ നിന്നെല്ലാം അകന്ന് പരിശുദ്ധമായ ജീവിതം നയിക്കുവാനുള്ള കൃപ ആത്മാവിൻ്റെ നിറവിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ എന്ന് ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് അങ്ങേ ദാസരുടെ കുർബാനയിൽ അവിടെ നാമസിദ്ധനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ.
ഇത് ഞങ്ങൾക്ക് കടകടപതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങയെ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് ഒത്തവിധം ഞങ്ങളോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാനുസൃതമായി ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങയ്ക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം ഭക്ഷിക്കുന്നവർ പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. അനുപമ സ്നേഹത്തിൻ നിമിഷമിതാ, അനുഗ്രഹമേകുന്ന സമയമിതാ, അപ്പത്തിൻ രൂപമായിതാ, ദിവ്യദാനങ്ങൾ നൽകുന്നു. അനന്തമാം ഈ സ്നേഹത്തെ ആരാധിക്കുന്നു പാരാകെ, ആരാധിക്കുന്നു ദൈവമേ. ഓസ്തിയ ദിവ്യ സ്നേഹമേ, ആരാധിക്കുന്നു ദൈവമേ. ഓസ്തിയ ദിവ്യ സ്നേഹമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നിമിഷം നമുക്ക് ഈശോയെ സ്വീകരിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ലാത്ത ഈ സാഹചര്യത്തിൽ സഭയുടെ പ്രത്യേകമായിട്ടുള്ള അനുവാദത്തോടും അധികാരത്തോടും കൂടി ഈ സമയം നമ്മളുടെ എല്ലാ പാപങ്ങളും അനുതപിക്കുന്ന ഹൃദയത്തോടു കൂടി അനുതാപത്തിൻ്റെ ചൈതന്യത്തോടു കൂടി മാനസാന്തരപ്പെട്ട് പശ്ചാത്തപിച്ചുകൊണ്ട് നമ്മൾ തെറ്റുകളേറ്റ് പറയുമ്പോൾ ഈശോയുടെ സാന്നിധ്യം മൂലവും ഈശോയിലൂടെയും നമ്മളെല്ലാ പാപങ്ങൾക്കും മോചനം ലഭിക്കുകയാണ്. അനുതപിച്ച് നമ്മൾ പാപങ്ങളേറ്റ് പറഞ്ഞ് വിശുദ്ധീകരിക്കപ്പെട്ട ഹൃദയത്തിലേക്ക് ഈശോയെ സ്വീകരിക്കുവാനും ഈശോ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച ആ പ്രാർത്ഥന നമുക്കും ഏറ്റുചൊല്ലി ഹൃദയത്തിൽ ഈശോയെ സ്വീകരിച്ച് അവിടുത്തെ സമാധാനം നമുക്ക് അനുഭവിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കാൻ ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. കർത്താവായ ദൈവം മനുഷ്യ സ്വഭാവം സ്വീകരിച്ച് നമ്മിൽ ഒരുവനായി തന്റെ ശരീരവും രക്തവും ദാനം ചെയ്തുകൊണ്ട് അവിടുന്ന് നമ്മെ തന്റെ മഹത്വത്തിൽ പങ്കുകാരാക്കി. ഈ മഹാദാനം സ്നേഹപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് നല്ലവനായ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ.
കർത്താവെ, നിന്റെ ശരീര രക്തവും ഞങ്ങൾക്ക് ഭക്ഷണമായി നൽകി നിന്റെ രാജ്യത്തിലേക്ക് നീ ഞങ്ങളെ ക്ഷണിക്കുകയും ചെയ്തു. ഭവനങ്ങളിലായിരിക്കുന്നവർക്ക് ഒരു പക്ഷേ നേരിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. എങ്കിലും ആഗ്രഹത്താൽ അരൂപയിലുള്ള ദിവ്യകാരുണ്യം നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കും. അപ്പോൾ ഭവനങ്ങളിലായിരിക്കുന്നവർ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലി ആത്മീയമായിട്ട് അരൂപയിലുള്ള ദിവ്യകാരുണ്യം നമുക്ക് സ്വീകരിക്കാം. എൻ്റെ ഈശോയെ, അങ്ങ് ഈ ദിവ്യകൂദാശയിൽ സന്നിഹിതനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ എനിക്കിപ്പോൾ സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങിപ്പോൾ എന്റെ ഹൃദയത്തിൽ സന്നിഹിതനാണ് എന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്നും അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈശോയുടെ ശരീരവും രക്തവും കടകണ്ട വർദ്ധിക്കുന്ന ജീവനും കടമായി തീരട്ടെ. ആമേൻ.
കുറച്ച് കാര്യങ്ങൾ എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കുവാനുണ്ട്. വേദപാഠ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട 1-ാം വർഷം ഡിപ്ലോമ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ അറിവിലേക്കായിട്ടാണ് പ്രധാനമായിട്ടും സൺഡേ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് പറയുവാനുള്ളത്. അവരുടെ വാർഷിക പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. ആ മാതാക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ 6 അധ്യായങ്ങളുടെ 5 പേജിൽ കുറയാതെയുള്ള ഒരു സമ്മറി ഡിസംബർ 6-ാം തീയതിക്ക് മുമ്പായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൊടുത്ത് കാണും എന്ന് വിചാരിക്കുന്നു. അവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് അത് നിർദ്ദേശം തന്നിട്ടുണ്ടായിരിക്കണം. അതനുസരിച്ച് അവർ ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മറ്റ് 1-2 കാര്യങ്ങൾ കൂടി. ജനുവരി 31-ാം തീയതി 7 മുതൽ 12 അധ്യായങ്ങളിൽ നിന്നും അതിരൂപതാ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന പരീക്ഷ, അതുകൂടാതെ നമസ്കാരങ്ങൾ, മനപാഠമാക്കേണ്ട വചനം, സ്നേഹം, സർവോത്കൃഷ്ടം, ലോഗോയുടെ എക്സ്പ്ലനേഷൻ, അതിന് 50 മാർക്കുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങൾ പരീക്ഷയ്ക്കായിട്ട് വരുന്ന കാര്യങ്ങളാണ്. പ്രത്യേകം കുട്ടികൾ ശ്രദ്ധിച്ച് അതിന് ഒരുങ്ങണം എന്ന കാര്യവും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നുകൂടി ആവർത്തിക്കുന്നു. ജനുവരി 31-ാം തീയതി 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും അത് പരീക്ഷ നടത്തുന്നത് അതിരൂപതാ കേന്ദ്രം നേരിട്ടാണ് കേട്ടോ, നമ്മളല്ല, ഇതുവരെ നടത്തിയതുപോലെ അല്ല എന്ന കാര്യവും ഓർമ്മപ്പെടുത്തുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിരൂപതയിൽ നിന്നും കിട്ടുന്ന നിർദ്ദേശം കിട്ടുന്നതനുസരിച്ച് നിങ്ങളുമായിട്ടും കൂടി പങ്കുവയ്ക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ അതിരൂപതാ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന പരീക്ഷ, അതിന് കൂടാതെ അതോടൊപ്പം നമസ്കാരങ്ങൾ, മനപാഠമാക്കേണ്ട വചനം, സ്നേഹം, സർവോത്കൃഷ്ടം, ലോഗോയുടെ എക്സ്പ്ലനേഷൻ, ഇത്രയും കാര്യങ്ങൾ ഡിപ്ലോമ 1-ാം വർഷം പഠിക്കുന്ന കുട്ടികൾ ശ്രദ്ധിക്കുക. 2-ാം വർഷം ഡിപ്ലോമ പഠിക്കുന്ന കുട്ടികൾ അവരുടെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് അതിരൂപതാ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ ജനുവരി 31-ാം തീയതി നടത്തുന്ന പരീക്ഷയാണ്. അവർക്കും അന്ന് തന്നെയാണ്. 7 മുതൽ 12 വരെയുള്ള അധ്യായങ്ങളാണ്. അതുകൂടാതെ നമസ്കാരങ്ങൾ, മനപാഠമാക്കേണ്ട വചനം, സ്നേഹം, സർവോത്കൃഷ്ടം എന്ന ലോഗോയുടെ എക്സ്പ്ലനേഷൻ, അതിന് 50 മാർക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ 1-ാം വർഷവും 2-ാം വർഷവും ഡിപ്ലോമ പഠിക്കുന്ന കുട്ടികൾക്കായിട്ട് നൽകുന്നു. അവരുടെ മാതാക്കന്മാരും ആ കാര്യത്തിൽ ശ്രദ്ധ കൊടുത്ത് അവരെ നന്നായിട്ട് ഒരുക്കണം എന്ന കാര്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ക്രിസ്മസിൻ്റെ നമ്മുടെ ഇടവക തരത്തിലുള്ള പരിപാടികൾ നമുക്കറിയാം. ഈ പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ ആഘോഷമായിട്ട് ഇടവക തലത്തിൽ ഇടവകയിൽ വെച്ച് നമുക്ക് നടത്താൻ സാധിക്കുകയില്ല എങ്കിൽ തന്നെയും നമ്മൾ വീടുകളിൽ തന്നെ നമ്മൾ ഇതിനു മുമ്പ് കുട്ടികളുടെ പങ്കാളിത്തത്തോടു കൂടി ചെയ്തതുപോലെ തന്നെയുള്ള പരിപാടികൾ ക്രിസ്മസിനോടനുബന്ധിച്ച് നമ്മൾ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിശ്വാസ പരിശീലന വിഭാഗമാണ് അതിന് നേതൃത്വം കൊടുക്കുക. അപ്പോൾ ക്രിസ്മസ് 2020 പരിപാടികൾ ഇപ്രകാരമാണ്. നമ്മൾ 2-3 മത്സരങ്ങളാണ് പ്രധാനമായിട്ടും വെച്ചിരിക്കുക. ഒന്ന് കരോൾ ഗാന മത്സരമാണത്. വിശ്വാസ പരിശീലനം പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ആയിട്ടാണത്. 3 കുടുംബങ്ങൾ വരെയുള്ള കുട്ടികൾക്ക് ഒരുമിച്ച് ചേരാവുന്നതാണ്. ഇഷ്ടമുള്ള 3 കുടുംബങ്ങളിലെ കുട്ടികളെ ചേർത്തുകൊണ്ട് വേണമെങ്കിൽ കുട്ടികൾക്ക് ഒരുങ്ങാവുന്നതാണ്. അപ്പോൾ കുട്ടികൾ വിശ്വാസ പരിശീലനം നമ്മുടെ ഇടവകയിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കണം. മറ്റുള്ള പുറത്തുനിന്നുള്ള കുട്ടികൾ പാടില്ല എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ അതുപോലെ ബന്ധപ്പെടുത്തിയ നിബന്ധനകൾ, ഫ്യൂഷൻ പാടില്ല. ഒരു പാട്ട് അതിനോട് ലിങ്ക് ചെയ്ത് വേറൊരു പാട്ടിൻ്റെ വരികൾ, അങ്ങനെ ഉള്ള ഫ്യൂഷൻ പാടില്ല. അതുപോലെ തന്നെ പരമാവധി വീഡിയോ ദൈർഘ്യം 5 മിനിറ്റാണ്. അതിൽ കൂടുതലുള്ളത് നമ്മൾ പരിഗണിക്കില്ല. 5 മിനിറ്റ് താഴെയോ അല്ലെങ്കിൽ 5 മിനിറ്റ് മാക്സിമം. ആപ്പുകൾ, നമ്മൾ വാട്സപ്പ് മറ്റുള്ള ആപ്പുകൾ നമുക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ മ്യൂസിക്, കരോക്കെ, അങ്ങനെയുള്ള മ്യൂസിക് നമ്മൾ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കണമെങ്കിൽ കൈകൊണ്ട് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ കരോക്കെ നമ്മൾ ഇതിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക. ഫ്യൂഷൻ പാടില്ല. പരമാവധി വീഡിയോയുടെ ദൈർഘ്യം 5 മിനിറ്റാണ്. ആപ്പുകൾ ഉപയോഗിക്കാം. മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് നമുക്ക് ആദ്യം ഉപയോഗിക്കാം. അതുപോലെ തന്നെ കരോക്കെ അതും ഉപയോഗിക്കാവുന്നതാണ്. 2ാമത്തെ മത്സരം ടാബ്ലോ മത്സരമാണ്. വിശ്വാസ പരിശീലനത്തെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് ഇതും. 3 കുടുംബങ്ങൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ
ഈ കുടുംബങ്ങളിലെ കുട്ടികൾ മാത്രമല്ല, എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ് ടാബ്ലോ മത്സരത്തിൻ്റെ ഒരു പ്രത്യേകത. 3 കുടുംബങ്ങളിൽ നിന്നും ആ കുട്ടികൾ മാത്രമല്ല, മറ്റത് കുട്ടികൾ മാത്രമാണ്. അപ്പോൾ ഇത് കുടുംബത്തിലുള്ള മറ്റുള്ളവർക്കും കൂടി ഇതിനകത്ത് പങ്കുചേരാവുന്നതാണ്. 30 സെക്കൻഡാണ് വീഡിയോയുടെ ദൈർഘ്യം. ഇനി ടാബ്ലോ അവതരിപ്പിക്കേണ്ടതിൻ്റെ വിഷയാടിസ്ഥാനമാണ് ക്രിസ്തുമസ്. അതാണ് ക്രിസ്തുമസുമായിട്ട് ബന്ധപ്പെട്ടാകുമ്പോൾ ക്രിസ്തുമസ് എന്നുള്ളതാണ് ആ ടാബ്ലോയ്ക്ക് നമ്മൾ വിഷയം കൊടുത്തിരിക്കുക. 3-മത്തത് ദൃശ്യ ആവിഷ്കാരമാണ്, ഫാൻസി ഡ്രസ്സ്. അപ്പോൾ അതിന് +1-ലെയും +2-ലെയും ഡിപ്ലോമ 1-ാം വർഷവും ഡിപ്ലോമ 2-ാം വർഷവും പഠിക്കുന്ന കുട്ടികൾ മാത്രമേ അതിൽ പങ്കെടുക്കാവൂ. അവർക്ക് വേണ്ടി മാത്രമുള്ളതാണത്, മറ്റുള്ള കുട്ടികൾക്ക് അത് പാടില്ല. +1, +2 കുട്ടികളുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ആസ്പദമാക്കിയുള്ള ദൃശ്യാവിഷ്കാരമാണ് വേണ്ടത്. 5 മിനിറ്റ് വീഡിയോ ദൈർഘ്യം. 3 കുടുംബങ്ങൾ വരെയുള്ള, ഇപ്പോൾ അടുത്തുള്ള കുടുംബങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള ഈ ക്ലാസ്സുകൾ പഠിക്കുന്ന കുട്ടികളെ മാത്രം അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് പരിപാടികൾ അവതരിപ്പിക്കാവുന്നതാണ്. അതിൻ്റെയും വിഷയം ക്രിസ്തുമസ് തന്നെയാണ്. ടാബ്ലോ പോലെ തന്നെയാണ് അതിൻ്റെയും വിഷയം ക്രിസ്തുമസ്. 4-മത്തേത് കുടുംബപരമായിട്ടുള്ളതാണ്. ഫാമിലി ക്വിസ് ആണ്. ഫാമിലി ക്വിസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഇത് നടത്തുന്ന പോലെ വീഡിയോയിലൂടെയുള്ളതാണ്. അപ്പോൾ അത് കുടുംബനാഥൻ്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ക്വിസ്. 30 ചോദ്യങ്ങൾ, 30 മാർക്ക്, 1 മണിക്കൂർ സമയം. അപ്പോൾ അതാണ് അതിൻ്റെ നിബന്ധനകൾ. 30 ചോദ്യങ്ങളാണ്, 30 മാർക്ക്, 1 മണിക്കൂർ ആണ് അതിൻ്റെ സമയം. 27/12/2020 ഞായറാഴ്ച രാവിലെ 10:55 ഗൂഗിൾ ലിങ്ക് ഇട്ട് തരും. നിങ്ങൾക്ക് വാട്സാപ്പിൽ അതിൻ്റെ ഗൂഗിൾ ലിങ്ക് ഇട്ട് തരും. 11 മണി മുതൽ 12 വരെയാണ് ക്വിസിൻ്റെ സമയം. 1 മണിക്കൂറെന്ന് ആദ്യം സൂചിപ്പിച്ചല്ലോ. ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിക്കുക. ക്രിസ്തുമസുമായിട്ട് ബന്ധപ്പെട്ട് ബൈബിളോ അല്ലെങ്കിൽ മറ്റുള്ളവരൊന്നല്ല, ക്രിസ്തുമസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അത് ബൈബിളിൽ നിന്ന് തന്നെയാവാം, ബൈബിളിൽ പുറത്തുള്ള മറ്റ് മാധ്യമങ്ങളിലൂടെ കിട്ടുന്ന അറിവുകളാകാം, എന്തുമായിക്കൊള്ളട്ടെ. അപ്പോൾ അങ്ങനെ ക്രിസ്തുമസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആണ് ചോദ്യങ്ങൾ ചോദിക്കുക. ഒരു വീട്ടിലേക്ക് ഒരു ക്വിസ്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ലിസ്റ്റ് പേര് നേരത്തെ കിട്ടണം. ഒരു വീട്ടിലേക്ക് ഒരു ക്വിസാണ്, ഒരു ചോദ്യമാണ്. ലിങ്കിൽ പേര് ഒരു പ്രാവശ്യം മാത്രമേ സബ്മിറ്റ് ചെയ്യാൻ പാടുള്ളൂ. ലിങ്കിൽ ഒരു പ്രാവശ്യം മാത്രമേ അത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പറ്റത്തില്ല. കുടുംബനാഥൻ്റെ പേര് ലിങ്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ കുടുംബനാഥൻ്റെ പേര്, വീട്ടുപേര്, യൂണിറ്റിൻ്റെ പേര് ഇവ യഥാക്രമം കൊടുക്കേണ്ടതാണ്. മാർക്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ ക്വിസിൻ്റെ സമയം കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൻ്റെ കൃത്യം 12 മണിക്ക് ലിങ്ക് ഓഫ് ചെയ്യുന്നതാണ്. അപ്പോൾ 12 മണിക്ക് മുമ്പാണ്, കാരണം 1 മണിക്കൂറേ ഉള്ളൂ. 11 മണി മുതൽ 12 മണി വരെയാണ്. അപ്പോൾ അതുകൊണ്ട് 12 മണിയാകുമ്പോഴത്തേക്ക് ലിങ്ക് നമ്മൾ കട്ട് ചെയ്യും. ഉയർന്ന ഒരേ മാർക്ക്, ഇനി ഒന്നിലധികം പേർക്ക് ഒരേ മാർക്ക് കിട്ടിക്കണം. അപ്പോൾ 10 മാർക്ക് 10 പേർക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ നറുക്കിടും. ലോട്ടിട്ടിട്ട് ആണ് അതിന് വിജയിയെ തീരുമാനിക്കുക. അപ്പോൾ അങ്ങനെ ഭാഗ്യവാനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു, വിജയിയെ തീരുമാനിക്കുന്നു. പിന്നെ 1-2 കാര്യങ്ങൾ കൂടി. നമ്മൾ പറഞ്ഞ ഇനങ്ങളിൽ 1, 2, 3 ഇനങ്ങളിലെ മത്സരങ്ങളിലെ വീഡിയോ അയക്കുമ്പോൾ കുടുംബങ്ങളിലെ പങ്കെടുത്ത എല്ലാവരുടെയും പേരുകളുണ്ടായിരിക്കണം. ഇപ്പോൾ കുടുംബസമേതം പങ്കെടുക്കുമ്പോൾ ആ കുടുംബത്തിൽ ആരൊക്കെയാണ് പങ്കെടുത്തിട്ടുള്ളത്, അപ്പോൾ അവരുടെ പേരും നമ്മൾ അയച്ചു കൊടുക്കുമ്പോഴത്തേക്ക് കൊടുക്കേണ്ടതാണ്. 2-മത്തെ കാര്യം, ഈ 3 മത്സരങ്ങളുടെയും വീഡിയോ കിട്ടേണ്ട സമയം 27-ാം തീയതി ഞായറാഴ്ച 5 മണിക്ക് മുമ്പ് കിട്ടണം. ഇത് നമ്മുടെ ഗ്രൂപ്പിൽ, ഇടവകയുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഓരോ യൂണിറ്റുകളുടെയും ഗ്രൂപ്പുകളിലും ഇതിൻ്റെ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. എനിക്ക് ഒന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ഒന്നുകിൽ ഡോമി സാറിൻ്റെ മാസ്റ്ററാണ്, അതുപോലെ ജോസ് സാറ് ഇതിൻ്റെ സെക്രട്ടറിയാണ്, അതും അല്ലെങ്കിൽ ആരിൽ സാറ്, ഈ 3 അധ്യാപകരാണ് ഇതിൻ്റെ ചുമതല വഹിക്കുന്നത്. അപ്പോൾ അവരെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ അവരുടെ ഫോൺ നമ്പർ നിങ്ങൾക്ക് അറിയാമെങ്കിൽ വിളിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ മെസ്സേജിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 3 പേരുടെയും ഈ ഫോൺ നമ്പറുകളും കൊടുത്തിട്ടുണ്ട്, അവർ വിളിക്കേണ്ട ഫോൺ നമ്പറുകളും. നമുക്ക് മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്കറിയാമല്ലോ, ഇലക്ഷൻ വരികയാണ്. ജില്ലകളുടെ തിരിച്ച് 8-ാം തീയതിയും 10-ാം തീയതിയുമാണ് ഇലക്ഷൻ വരെ നമുക്കറിയാം. ഇലക്ഷന് നമ്മൾ അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ആർക്ക് ചെയ്യണമെന്നുള്ളതല്ല കേട്ടോ ഞാൻ പറയണത്. ശ്രദ്ധിക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ കരുതൽ വേണം പോകുമ്പോൾ ഉണ്ടാവുന്നത്. കാരണം നമുക്കറിയാൻ പാടില്ല ആർക്കൊക്കെ
രോഗം ആയിട്ടാണ് ആ വോട്ട് ചെയ്യാൻ വരുന്നവരെന്ന് നമുക്ക് അറിയത്തില്ല. ഞാനത് ഇടവകയുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഒരു കരുതൽ നമുക്ക് ഉണ്ടാവണം. നമ്മുടെ സാനിറ്റൈസർ തീർച്ചയായിട്ടും നമ്മൾ കരുതണം കയ്യിൽ. അതുപോലെ തന്നെ നമ്മുടെ പേന കൊണ്ടുപോകുക. നമ്മൾ അവിടെ വെച്ചിരിക്കുന്ന പേന, കാരണം പലരും അത് ഉപയോഗിക്കുന്നതാണ്, അത് സുഖമാവില്ല, അത് ആരോഗ്യപരമല്ല. അപ്പോൾ നമ്മൾ ഒരു പേന കൊണ്ടുപോകുക, സാനിറ്റൈസറും കയ്യിൽ കരുതുക. പിന്നെ ഞാൻ പറഞ്ഞിരിക്കുന്നത് ആവർത്തിക്കുന്നുണ്ടെങ്കിലും അത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുന്നു. നമ്മുടെ പേന കൊണ്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് നമ്മൾ എഴുതുക. അതുപോലെ തന്നെ നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ നമ്മൾ വിരൽ തൊടേണ്ട കാര്യമില്ല, കാരണം പലരും വിരൽ തൊട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ പേനയുടെ ഒരറ്റത്ത് കൊണ്ട് അത് നമ്മൾ ടച്ച് ചെയ്യുക, വോട്ടിംഗ് മെഷീനിൽ ടച്ച് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ സാനിറ്റൈസ് ചെയ്ത് തീർച്ചയായിട്ടും അതുപോലെ ബാലറ്റ് പേപ്പർ ഉണ്ടല്ലോ, പേപ്പർ നമ്മൾ ആ സ്ലിപ്പ് വായിക്കുമ്പോൾ അതും നമ്മൾ കഴിഞ്ഞ ഉടനെ കൈ നമ്മൾ സാനിറ്റൈസ് ചെയ്യുക. പേനയും അതിൻ്റെ തുമ്പ് നമ്മളതും സാനിറ്റൈസ് ചെയ്യുക. പിന്നെ തിരിച്ച് വന്നിട്ടുള്ള കാര്യങ്ങൾ അറിയാമല്ലോ, ഡ്രസ്സുകൾ കാര്യങ്ങൾ നമ്മൾ ഉടനെ വീട്ടിനകത്തേക്ക് കയറി നമ്മൾ ആവശ്യമായിട്ട് സാധാരണ ചെയ്യുന്ന പോലെ അങ്ങോട്ട് പോകാണ്ട്, കാരണം നമ്മളവിടെ 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ഒന്നും അല്ല നമ്മൾ ചെലവഴിക്കേണ്ടി വരിക. ചിലപ്പോൾ തിരക്കുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. പലതുമാരും ചിലപ്പോൾ ടച്ച് ചെയ്തെന്നിരിക്കും ഒരു പക്ഷേ. അപ്പോൾ നമ്മൾ ആ ഡ്രസ്സ് കഴിയുന്നിടത്തോളം അകത്തേക്ക് നമ്മൾ ഓടി കയറി പോകാണ്ട് നമ്മളത് മാറ്റി പുറത്തെന്തെങ്കിലും സംവിധാനമുണ്ടെങ്കിൽ നമ്മളത് അതിനനുസരിച്ച് സാനിറ്റൈസ് ചെയ്ത് അല്ലെങ്കിൽ സോപ്പിട്ട് കഴിയുന്ന ശേഷം മാത്രം നമ്മൾ ആ ഡ്രസ്സ് വാഷ് അല്ലെങ്കിൽ സോപ്പ് അടുത്ത് ഇടുക. പിന്നെ മറ്റുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ അകത്തേക്ക് പോവുക, കുളിക്കുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇത് പറഞ്ഞവരുടെ കാര്യമില്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എങ്കിലും ഈ അവസരത്തിൽ പ്രത്യേകം നമ്മൾ ഒരു ശ്രദ്ധ, ഒരു ജാഗ്രത വേണമെന്ന് സൂചിപ്പിക്കാനായിട്ടാണ്, ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം പറഞ്ഞത്. ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്, എല്ലാ യൂണിറ്റുകളിലെയും ഗ്രൂപ്പിലെയും കൂടി ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് അറിയിപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും. അതുകൊണ്ടാണ് അത് ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട, സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് കൂടിയാണ്. പിന്നെ നമുക്കറിയാമല്ലോ, വോട്ട് ചെയ്യുമ്പോൾ നമുക്ക് പാർട്ടിയോ കാര്യങ്ങളൊന്നും അല്ല നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത്. നമ്മൾ ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ടും ത്യാഗത്തോടു കൂടിയും സമൂഹത്തിന് വേണ്ടിയിട്ട് നന്മ ചെയ്യുന്ന, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. ആർക്ക് ചെയ്യണമെന്ന് ഞാൻ പറയില്ല, അല്ലെങ്കിൽ ഏത് പാർട്ടിക്ക് ചെയ്യണമെന്ന് ഞാൻ പറയില്ല ഒരിക്കലും. നമ്മുടെ സമൂഹത്തിന് ഈ കടത്തക്കം തട്ടിപ്പ് പിടിക്കുന്ന നടക്കുന്നവരോട് നമ്മൾ അത്ര വലിയ മമത കാണിക്കേണ്ട കാര്യമില്ല. നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട്, നാടിന് വേണ്ടിയിട്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർ തീർച്ചയായിട്ടും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അവർക്ക് വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല, നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കണം തീർച്ചയായിട്ടും. അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യത്തെയും കൂടി നമ്മൾ ശ്രദ്ധിക്കുക. കാരണം നമുക്കൊരു വോട്ടത് വിലയുള്ളതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ദ്രോഹം ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. വ്യക്തികളെ നമ്മൾ ശ്രദ്ധിക്കുക. അത്രയുള്ള ജാഗ്രത നമ്മളെപ്പോഴും അവിടെയും ഉണ്ടാകണമെന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരു കാര്യം പ്രധാനമായിട്ട് ഞാൻ പരാവർത്തി പറയുന്ന കാര്യമാണ്. ഇപ്പോൾ എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് കയറി വരുന്ന ചെരുപ്പ് ഇടുന്ന കാര്യത്തെക്കുറിച്ചാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ വീണ്ടും ഓർമ്മയാണ്. അത് അല്ലാത്ത കഷ്ടമാണത്. നമ്മൾ പുറത്ത് അത് എവിടെ ഇട്ടാലും നമ്മൾ കൂട്ടിയിടരുത്. ഇന്ന സ്ഥലത്തിടുമ്പോഴത്തേക്ക് അകത്തി ഇടണമെന്നല്ല ഉദ്ദേശിക്കുന്നത്. എവിടെയാണെങ്കിലും ഇപ്പോൾ ഗേറ്റൊക്കെ കൊണ്ടുവന്നിട്ട് കൂട്ടിയിട്ടിരിക്കുന്നത്, ഇപ്പോൾ ബിജു പറഞ്ഞവൻ്റെ അടുത്ത് ഇപ്പോൾ ബിജു മാറ്റിയിട്ടത്, അപ്പോൾ അവിടെ കൊണ്ട് നിലവ് കൂട്ടിയപ്പോഴത്തേക്ക് നേരെ കാണുകയാണ്, റോഡിൽ പോകുന്നവരൊക്കെ കാണുകയാണ്. ദയവ് ചെയ്ത് ഒന്ന് നമ്മൾ അല്പം ഒന്ന് ശ്രദ്ധിക്കാൻ പാടില്ലേ? ഇത്രയും സിമ്പിളായിട്ടും ശാന്തമായിട്ടും കൊച്ചുകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെയും ഒക്കെ നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കാത്ത എന്തേ? വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയാണത്. അപ്പോൾ നമ്മളതൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ചെരുപ്പുകൾ എവിടെ ഇട്ടാലും, അപ്പോൾ ഞാൻ ചെരുപ്പിടാൻ വരുമ്പോൾ മറ്റൊരാളുടെ ചെരുപ്പടെ കിടപ്പുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചെരുപ്പ് മാറ്റിയിടാം വേറെ എവിടെയെങ്കിലും. ഇത് പല പ്രാവശ്യം പന്ത്രണ്ട കാര്യമാണത്, പല പ്രാവശ്യം. അതുപോലെ കുർബാനയ്ക്ക് നേരത്തെ വരുന്ന കാര്യവും അതുപോലെ തന്നെ 12 കാര്യമാണ്. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 15 മിനിറ്റെങ്കിലും തീർച്ചയായിട്ടും നേരത്തെ വരാനായിട്ട് നമ്മളിപ്പോൾ ശ്രദ്ധിക്കുക. കുർബാന സമയത്തിന് ഒരു 15 മിനിറ്റ് മുമ്പെങ്കിലും അല്ലെങ്കിൽ അരമണിക്കൂർ മുമ്പെങ്കിലും നേരത്തെ വരിക. നേരത്തെ വരുമ്പോൾ പള്ളിയാതിനെ പ്രാർത്ഥിക്കാം നമുക്ക്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. അതിൻ്റെ വീഴ്ചകളുണ്ടാകുന്നത് കൊണ്ടും അതുപോലെ മാസ്ക് ധരിക്കുന്ന കാര്യം. ഞാനിപ്പോൾ ഇവിടെ ഇടയ്ക്ക് കാരണം മാസ്ക് തന്നു പോകും സംസാരിക്കുമ്പോൾ തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇടയ്ക്ക് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ ടച്ച് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ കുർബാന കൈകാര്യം ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ടച്ച് ചെയ്തിട്ട് പിന്നെയും എപ്പോഴും സാനിറ്റൈസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ടാണ്. പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും മാസ്ക് ധരിക്കണം. അതിന് താത്തി വെച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ മാസ്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക.
നമുക്ക് എഴുന്നേൽക്കാം. നമുക്ക് നന്ദി പറയാം. ഇത്രയൊക്കെ നമ്മുടെ ഭാഗത്തു നിന്നും അശ്രദ്ധയും ജാഗ്രത കുറവുണ്ടാകുമ്പോഴും തമ്പുരാൻ നമ്മെ കാത്തുകൊണ്ട് പോവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളെ മിടുക്കുകൊണ്ടോ ഒന്നുമല്ല, തമ്പുരാൻ്റെ വലിയ പരിപാലന, സംരക്ഷണം, കരുതൽ, നമ്മളെക്കുറിച്ച് ശ്രദ്ധയുണ്ട്. അതുകൊണ്ട് മാത്രമാണ്. നമ്മുടെ ഇടവയിലും ചിലരൊക്കെ കോവിഡ് പോസിറ്റീവായിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ലോകമെങ്ങുമുള്ളവരെയും നമുക്ക് ഓർക്കാം. പ്രത്യേകമായിട്ട് ചിലർ സുഖമില്ലാതിരിക്കുന്നവർ തന്നെ ഈ പോസിറ്റീവായിട്ട് കോവിഡ് ബാധിച്ചിട്ടുള്ളവരുണ്ട്. മറ്റു അസുഖങ്ങൾക്കുള്ളവർ പോലും, അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യങ്ങളിലെ ബുദ്ധിമുട്ടുകൾ, ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ളവരൊക്കെ, ചിലർക്കൊക്കെ അങ്ങനെ പോസിറ്റീവായിട്ട് ഉണ്ടെന്ന് അറിയുന്നു. പ്രാർത്ഥിക്കുവാനായിട്ട് അവർ ആവശ്യപ്പെടുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് അങ്ങനെയുള്ളവരെയൊക്കെ ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ രോഗത്തിന് ചികിത്സ നടത്തുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും സഹായിക്കുന്നവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അവരെല്ലാം കർത്താവിനെ സംരക്ഷിച്ചു കളഞ്ഞ് പ്രാർത്ഥിക്കാം. ഇനിയുള്ള ദിവസങ്ങൾക്ക് പ്രത്യേകിച്ച് ജാഗ്രത കൂടുതൽ വേണ്ട ദിവസങ്ങളാണ്. ഇലക്ഷനൊക്കെ നടക്കുന്നു, വോട്ടിങ്ങിനൊക്കെ പോകുമ്പോഴൊക്കെ ഇത് കൂടുതൽ വ്യാപനത്തിൻ്റെ സാധ്യതകളുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം, തമ്പുരാനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ സഹോദരങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്കെല്ലാം ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് തെറ്റുകൾക്കെല്ലാം അവിടുത്തെ മാപ്പ് ചോദിച്ച് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ജീവൻ നൽകും ദൈവികമാ പരിപാവനമി ബലി വഴിയായി നാഥനു സ്തുതിയും ബഹുമതിയും നമ്മൾ കാഴ്ചയണച്ചല്ലോ. പ്രീതി കലർന്ന് യുഗാന്ത്യത്തിൽ സ്വർഗീയോർശ്രേം നഗരത്തിൽ മാലാഖമാരുത്തുവലം ഭാഗം നമ്മൾ കരുളട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ, മുദ്രിതരായി ഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ബലിപീഠമേ സ്വസ്തി, കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നമ്മുടെ വകയിൽ നിന്നും അതുപോലെ തന്നെ കോവിഡ് രോഗം മൂലവുമൊക്കെ മരിച്ചുപോയിട്ടുള്ള എല്ലാവരെയും ലോകമെങ്ങോടും ഓർത്ത് പ്രാർത്ഥിക്കാം. കരുണയുടെ കർത്താവെ, കരയുന്നവരങ്ങി വിളിക്കുകയും സങ്കടപ്പെടുന്നവരങ്ങി ആശ്രയിക്കുകയും ചെയ്യുന്ന ഭക്താനങ്ങളുടെ പ്രതീക്ഷയാങ്ങ് ദാസരെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരത്ത് വലം ഭാഗേ. കർത്താവേ, ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉദ്ധാനം രക്ഷയുമയരും നൽകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാപുത്രൻ റൂഹായെ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദിമുതലം നയിക്കുമാമേ. തെളിവായി എന്നുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കർത്താവേ, അങ്ങേ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ അങ്ങേ നേതൃത്വത്തിൽ ഞാൻ നമ്മളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങ് ആകാശത്തിലും ഭൂമിയിലും സുദൃഢനാകുന്ന ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും അങ്ങാകുന്ന ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസർ ചെയ്യും ബലിയൽ നാഥ തിരുസന്നിധിയിൽ. കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസർ ചെയ്യും ബലിയൽ നാഥ
തിരുസന്നിധിയിൽ ഒരു വത്സലരാം ശ്രീഹരും ഒരുപോലെ വിനയാന്വിതരായി തപസന്നിധിയിൽ ചെയ്തൊരു നവമാൻ ബലി പോൽനാഥ. കൈക്കൊള്ളണമേ ഹൃദയം ഗമമാ വിശ്വാസമോടെ ദാസർ ചെയ്യും ബലിയനാഥ തിരുസന്നിധിയിൽ. അഗാധത്തിൽ നിന്ന് ഞാൻ അങ്ങയെ വിളിക്കുന്നു, കർത്താവേ, നിശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവേ, പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപങ്ങളുടെ മോചനം അങ്ങേ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവേ, ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവിടുത്തെ വാഗ്ദാനത്തിലാവുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. അവൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ശ്രീയനം കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിന്റെ പാപങ്ങളെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. അകാലത്ത് നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, മരിച്ചവരെ ഉറപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിൽ സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. ജീവവും ജീവദായകമായ ശബ്ദത്താൽ ആചരണ വിചരിപ്പിച്ച കർത്താവേ, ആ ശബ്ദമഹനീയമായ നീതിബുദ്ധിയുടെ ദിവസത്തിൽ അങ്ങയുടെ ദാസരെ വിളിക്കുകയും വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പെറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. കർത്താവേ, മരിച്ചവരെ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. സർവശക്തനായ ദൈവമേ, വിചാരത്താലും വചനത്താലും പ്രവർത്തിയാലും അറിഞ്ഞുമറിയാതെയും അങ്ങേ ദാസർ ചെയ്തു പോയിട്ടുള്ള ലബ്ധമായ പാപങ്ങളിൽ നിന്ന് മോചനം നൽകി നീതിമാന്മാർ വസിക്കുന്ന സ്വർഗീയ ഓരസ്ഥയിലേക്ക് അവരെ നീ പ്രവേശിപ്പിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ജന്മദിനം ആഘോഷിക്കുന്നവരാരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നല്ല ദിവസം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിതാവേ അനന്ത നന്മയാകും പരമോന്നത, ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ. പിതാവേ അനന്ത നന്മയാകും പരമോന്നത, ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ. കൃപയോലുമേഘനാമം പരിപൂജ്യമായിടേണം, തിരുവിഷ്ടമെന്നും ഇവിടെ പ്രിയമാകണം, നിറവേറണം. പിതാവേ അനന്ത നന്മയാകും പരമോന്നത, ഹൃദയം തുറന്നു സ്നേഹമേകും കരുണാമയ. ഗുരുനാഥനായി നീ കൂടെയുണ്ടാകുകി,
ഗുരുനാഥനായി നീ കൂടെയുണ്ടാകുകിൽ ചെയ്യുന്നതാകയും ബലമായിടും. ഭരമേറ്റ കാര്യമേതും ആശ്വാസദായക മിഴിവോ